ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് എടുത്തിട്ടുള്ളത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ 2024 PSC നടത്തിയ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിൻ്റെ കോഡ് 27/24. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗറില്ല സമരം നടത്തിയ നേതാവ് ആരാണ് നടത്തിയത്? താന്തിയോ തോപ്പിയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കേരളത്തിൽ നടന്ന മറ്റൊരു കലാപത്തിൽ ഇതുപോലെ ഒളിപ്പോര് സമരം നടത്തിയിട്ടുണ്ട്. അതാരാണ്? പഴശ്ശിരാജയാണ് ഒളിപ്പോര് നടത്തിയത്. 2. പുരാതന കാലത്ത് കേരളവുമായി യവനന്മാർക്കും റോമാക്കാർക്കും ഉണ്ടായിരുന്ന വാണിജ്യ ബന്ധത്തിൻ്റെ ശക്തമായ തെളിവുകൾ ഉദ്ഖനനത്തിലൂടെ ലഭിച്ച പ്രദേശം ഏതാണ്? പട്ടണം എന്ന പ്രദേശത്താണ് ഉദ്ഖനനം ചെയ്തത്. 3. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശാണ് ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യത്തെ സംസ്ഥാനം. ആന്ധ്രാപ്രദേശത്തിൻ്റെ രൂപീകരണത്തിന് വേണ്ടി നിരാഹാരം കിടന്ന് മരിച്ച ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? പോറ്റി ശ്രീരാമലു. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക, പോറ്റി ശ്രീരാമലു. 4. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? WHO ആസ്ഥാനം എവിടെയാണ്? ജനീവയിലാണ്. 5. ഗാന്ധിജി നയിച്ച സമരങ്ങൾ താഴെ തന്നിരിക്കുന്നു. ശരിയായ ക്രമം തിരഞ്ഞെടുക്കുക. ഏതാണ് ശരിയായ ക്രമം വരുന്നത്? 3, 2, 1, 4. അപ്പോൾ അതേതൊക്കെയാണ്? 3. ചമ്പാരൻ സത്യാഗ്രഹം നടന്ന എപ്പോഴാണ്? 1917 ചമ്പാരൻ സത്യാഗ്രഹം നടക്കുന്നത്. ഗേദ സത്യാഗ്രഹം 1918. അതുപോലെ നിസ്സഹകരണ പ്രസ്ഥാനം എപ്പോഴാണ് നടക്കുന്നത്? 1920. സിവിൽ നിയമലംഘന പ്രസ്ഥാനം നടക്കുന്നത് 1930. 6. 2023 150-ാം ജന്മവാർഷികം ആചരിക്കുന്ന നവോത്ഥാന നായകൻ ആരാണ്? വക്കം അബ്ദുൾ ഖാദർ മൗലവിയാണ്. 2023 150-ാം ജന്മവാർഷികം ആചരിക്കുന്ന നവോത്ഥാന നായകൻ. 7. ഭൂവൽക്കത്തെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള ശിലാനിർമ്മിതമായ കട്ടിയുള്ള ഭാഗമാണ് ഭൂവൽക്കം. അത് ശരിയാണ്. പുറമെയുള്ള ഭാഗമാണ് ഭൂവൽക്കം. സമുദ്രതട ഭൂവൽക്കത്തിന് വൻകര ഭൂവൽക്കത്തെ അപേക്ഷിച്ച് കനം കുറവാണ്. അതും ശരിയാണ്. സമുദ്രതട ഭൂവൽക്കത്തിന് വൻകര ഭൂവൽക്കത്തെ അപേക്ഷിച്ച് കനം കുറവാണ്. ഹിമാലയൻ പർവ്വത മേഖലകളിൽ ഭൂവൽക്കത്തിന് കനം വളരെ കുറവാണ്. അതാണ് തെറ്റായ പ്രസ്താവന. ഹിമാലയൻ പർവ്വത മേഖലകളിൽ സ്വാഭാവികമായിട്ടും ഭൂവൽക്കത്തിന് കനം വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം മാത്രം ശരി. 8. തിരമാലകൾ എന്നാൽ എന്താണ് തിരമാലകൾ? ജലത്തിൻ്റെ ചലനം, സമുദ്രോപരിതലത്തിലൂടെയുള്ള ഊർജ്ജ പ്രവാഹം, ചന്ദ്രൻ്റെയും സൂര്യൻ്റെയും ഗുരുത്വാകർഷണ ബലം മൂലം സമുദ്രജലത്തിനുണ്ടാവുന്ന ചലനം. ഇതിലേതാണ് ശരി? ഓപ്ഷൻ സി ആണ്. 2 മാത്രമാണ് ശരി. സമുദ്രോപരിതലത്തിലൂടെയുള്ള ഊർജ്ജ പ്രവാഹമാണ് തിരമാലകൾ. 9. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യൻ തീരസമതലങ്ങളെക്കുറിച്ചുള്ള തെറ്റായ സൂചന കണ്ടെത്തുക. പശ്ചിമ തീരത്തെ അപേക്ഷിച്ച് കിഴക്കൻ തീരസമതലത്തിന് വീതി കുറവാണ്. അത് തെറ്റാണ്. പശ്ചിമ തീരത്തെ അപേക്ഷിച്ച് കിഴക്കൻ സമതലത്തിന് വീതി കൂടുതലാണ്. കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദികൾ പൂർവ്വ തീരങ്ങളിൽ വിശാലമായ ഡെൽറ്റകൾ സൃഷ്ടിക്കുന്നു. അത് ശരിയാണ്. ഏത് വശത്താണ് ഡെൽറ്റകൾ ഉണ്ടാവുന്നത്? കിഴക്ക് ഭാഗത്താണ് ഡെൽറ്റകൾ ഉണ്ടാവുന്നത്. താഴ്ന്നുപോയ സമതലങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് പശ്ചിമ തീര സമതലങ്ങൾ. അതും ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ ഉത്തരം എന്താണ്? ഓപ്ഷൻ എ ആണ്. തെറ്റ്. 10ാമത്തെ ചോദ്യം ക്യാൻസൽ ചെയ്തതാണ്. 11. ഇന്ത്യയിലെ പ്രധാന ഭൗമതാപോർജ ഉൽപാദന കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? 1ഉം 2ഉമാണ്. പുക താഴ്വരയും അതുപോലെ മണികിരണും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഭൗമതാപോർജ ഉൽപാദന കേന്ദ്രങ്ങളാണ്. 12. 2023 ഡിസംബറിൽ ചെന്നൈയിലുണ്ടായ വെള്ളപ്പൊക്കത്തിന് കാരണമായ ചുഴലിക്കാറ്റ് ഏതാണ്? സി ആണ്. മിഷോങ് ചുഴലിക്കാറ്റാണ് കാരണമായത്. 13. ആഗോളവൽക്കരണത്തിൻ്റെ പ്രധാന ഫലങ്ങളിൽ ഒന്നാണ് പുറംപണിക്കാർ എന്ന് പറയുന്നത് ആഗോളവൽക്കരണത്തിൻ്റെ ഫലങ്ങളിൽ ഒന്നാണ്. 14. GST നിലവിൽ വന്നത് എപ്പോഴാണ്? 2017 ജൂലൈയിലാണ് GST നിലവിൽ വരുന്നത്. എപ്പോഴാണ്? 2017 ജൂലൈയിലാണ് നിലവിൽ വരുന്നത്.
GST കൗൺസിലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 279A ഒന്നാണ് GST കൗൺസിലിനെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ. 15. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ യോജിക്കാത്ത പ്രസ്താവന ഏതാണ്? ചെറുകിട കർഷകരും വൻകിട കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിപ്പിച്ചു. അത് ശരിയാണ്. അത്യുൽപാദന മേന്മയുള്ള വിത്തുകൾ കൂടുതൽ കീടാക്രമണ സാധ്യത ഉണ്ടായിരുന്നു. അതും ശരിയാണ്. ഹരിത വിപ്ലവത്തിൻ്റെ രണ്ടാം ഘട്ടം 1970 പകുതി മുതൽ 1980 പകുതി വരെയാണ്. ഈ 3 പ്രസ്താവനകളും ശരിയാണ്. അപ്പോൾ ഉത്തരം ഇവയൊന്നുമല്ല. അപ്പോൾ ഹരിത വിപ്ലവത്തിൻ്റെ ഒന്നാം ഘട്ടം എപ്പോഴായിരുന്നു? 1960കളുടെ പകുതി മുതൽ 1970കളുടെ പകുതി വരെയാണ് ഒന്നാം ഘട്ടം. 16. പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി യോജിക്കാത്ത പ്രസ്താവന ഏതാണ്? ഇതിൽ നയങ്ങളെ രണ്ടായി തരംതിരിക്കുന്നു: സുസ്ഥിരമാക്കൽ നടപടികളും ഘടനാപരമായ പരിഷ്കാരങ്ങളും. അത് ശരിയായ പ്രസ്താവനയാണ്. സുസ്ഥിരമാക്കൽ നടപടികളിൽ അടവ് ശിഷ്ടത്തിലെ കമ്മി പരിഹരിക്കുന്നതിനും പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിനുമാണ് ഈ നടപടികൾ ലക്ഷ്യം വെച്ചത്. അതും ശരിയാണ്. ഘടനാപരമായ പരിഷ്കാരങ്ങൾ ഹ്രസ്വകാല നടപടികളാണ്. അപ്പം അതാണ് തെറ്റായ പ്രസ്താവന. ഘടനാപരമായ പരിഷ്കാരങ്ങൾ ദീർഘകാല നടപടികളാണ്. ഹ്രസ്വകാല നടപടികൾ ഏതാണ്? സുസ്ഥിരമാക്കൽ നടപടികളാണ് ഹ്രസ്വകാല നടപടികൾ. ഘടനാപരമായ പരിഷ്കരണ നയങ്ങളിൽ സമ്പദ് വ്യവസ്ഥയുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുക, അന്താരാഷ്ട്ര മത്സരക്ഷമത വർദ്ധിപ്പിക്കുക എന്നിവയാണ് പ്രധാന ലക്ഷ്യം. അതും ശരിയാണ്. 17. നീതി ആയോഗുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? നയരൂപീകരണവും പദ്ധതികളുടെ ചട്ടക്കൂടും രൂപപ്പെടുത്തൽ. അത് ശരിയാണ്. സഹകരണ ഫെഡറലിസം. അതും ശരിയാണ്. നിരീക്ഷണവും വിലയിരുത്തലും. അതും ശരിയാണ്. അപ്പോൾ ഉത്തരം ഇവയെല്ലാം. നീതി ആയോഗുമായി ബന്ധപ്പെട്ട എല്ലാ പ്രസ്താവനകളും ശരിയാണ്. 18. പ്രധാനമന്ത്രി ജൻധൻ യോജന നിലവിൽ വന്നത് എപ്പോഴാണ്? പ്രധാനമന്ത്രി ജൻധൻ യോജന നിലവിൽ വന്നത്? ഓപ്ഷൻ എ ആണ്, ഓഗസ്റ്റ് 28, 2014. 19. താഴെ പറയുന്നവയിൽ മാർഗനിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് നൽകിയിരിക്കുന്നത്. തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടതാണ് മാർഗനിർദ്ദേശക തത്വങ്ങളെന്ന് പറഞ്ഞിരിക്കുന്നു. ശരിയാണോ? അല്ല. DPSP കടം കൊണ്ടത് അയർലാൻഡിൽ നിന്നാണ്. കോടതിയെ സമീപിക്കാവുന്നതാണ്. അതും തെറ്റാണ്. നോൺ ജസ്റ്റിസിബിൾ ഇൻ നേച്ചറാണ്. അതായത് കോടതിയെ സമീപിക്കാൻ സാധിക്കില്ല. വില്ലേജ് പഞ്ചായത്തുകളെ പ്രോത്സാഹിപ്പിക്കുന്നു. അത് ശരിയാണ്. അന്താരാഷ്ട്ര സമാധാനം പ്രോത്സാഹിപ്പിക്കുന്നു. അതും ശരിയാണ്. അപ്പോൾ ഏതാണ് ഉത്തരം? തെറ്റായത് 1ഉം 2ഉമാണ്. 1ഉം 2ഉം തെറ്റാണ്. വില്ലേജ് പഞ്ചായത്തുകളെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 40 ആണ്. അതുപോലെ അന്താരാഷ്ട്ര സമാധാനം പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 51 ആണ്. 51ലാണ് അന്താരാഷ്ട്ര സമാധാനം പ്രോത്സാഹിപ്പിക്കുന്നതിനെ പറ്റി പറയുന്നത്. 20. സമവർത്തി ലിസ്റ്റിലോ സംസ്ഥാന ലിസ്റ്റിലോ പറഞ്ഞിട്ടില്ലാത്ത ഏത് വിഷയവുമായി ബന്ധപ്പെട്ട നിയമം നിർമ്മിക്കുവാൻ പാർലമെന്റിന് അധികാരം ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പറഞ്ഞിരിക്കുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 248 അങ്ങനെ പറയുന്നത്. സമവർത്തി ലിസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? കൺകറന്റ് ലിസ്റ്റാണ് കേട്ടോ. കൺകറന്റ് ലിസ്റ്റിലും സംസ്ഥാന ലിസ്റ്റിലും പറഞ്ഞിട്ടില്ലാത്ത ഏത് വിഷയവുമായിട്ട് ബന്ധപ്പെട്ട നിയമം നിർമ്മിക്കുവാനും പാർലമെന്റിനാണ് അധികാരം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 248. 21. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായത് കണ്ടെത്തുക. സംസ്ഥാനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന തർക്കങ്ങളെക്കുറിച്ച് അന്വേഷണ വിചാരണ നടത്തുവാനും ഉപദേശിക്കുവാനും പ്രസിഡന്റിന് അധികാരം ഉണ്ടായിരിക്കും. ശരിയാണ്. പ്രസിഡന്റിന് അങ്ങനെ ഒരു അധികാരമുണ്ട്. സംസ്ഥാനങ്ങളുടെ കടമെടുപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 293 ആകുന്നു. അതും ശരിയാണ്. ആർട്ടിക്കിൾ 293 സംസ്ഥാനങ്ങളുടെ കടമെടുപ്പിനെ പറ്റി പറയുന്ന ആർട്ടിക്കിളാണ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ വർഷം തോറും ഒരു റിപ്പോർട്ട് പാർലമെന്റിൽ സമർപ്പിക്കേണ്ടതാണ്. ആ പ്രസ്താവന തെറ്റാണ്. UPSC റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ്? പ്രസിഡന്റിനാണ്. ദേശീയ പട്ടികജാതി കമ്മീഷൻ എന്നത് ഒരു ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ ഉൾപ്പെടെ 4 അംഗങ്ങൾ ഉണ്ടായിരിക്കും. ആ പ്രസ്താവനയും തെറ്റാണ്. 22. ട്രേഡ് യൂണിയനുകൾ ഏത് ലിസ്റ്റിൽ വരുന്നവയാണ്? ഏത് ലിസ്റ്റാണ്? കൺകറന്റ് ലിസ്റ്റിൽ വരുന്നതാണ് ട്രേഡ് യൂണിയനുകൾ. 23. താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? 44ാമത് ഭേദഗതിയിലൂടെ മതേതരത്വം എന്ന ആശയം ഭരണഘടനയുടെ ആമുഖത്തിൽ ചേർക്കപ്പെട്ടു. അത് തെറ്റാണ്. 42ാമത്തെ ഭേദഗതിയിലൂടെയാണ് മതേതരത്വം എന്ന ആശയം ഭരണഘടനയുടെ ആമുഖത്തിൽ ചേർത്തത്. 52ാമത് ഭേദഗതിയിലൂടെ മൗലിക കടമകൾ ഉൾപ്പെടുത്തി. അതും
തെറ്റായ പ്രസ്താവനയാണ്. അതും എപ്പോഴാണ് ഉൾപ്പെടുത്തിയത്? 42ാമത്തെ ഭേദഗതിയിലാണ് ഉൾപ്പെടുത്തിയത്. 73ാമത് ഭേദഗതി പഞ്ചായത്ത് രാജ് സമ്പ്രദായം നടപ്പിലാക്കി. അത് ശരിയാണ്. 74ാമത് ഭേദഗതി നഗരപാലികാ ബില്ല് നടപ്പിലാക്കി. അതും ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ ഓപ്ഷൻ സി 3ഉം 4ഉമാണ് ശരി. 24 താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9 നടന്നു. അത് ശരിയായ പ്രസ്താവനയാണ്. 1946 ഡിസംബർ 9 ആദ്യ സമ്മേളനം നടക്കുന്നത്. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം 207. അതും ശരിയായ പ്രസ്താവനയാണ്. ആദ്യ സമ്മേളനത്തിൽ 207 പേരാണ് പങ്കെടുത്തത്. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത വനിതകൾ 7. അത് തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ്. എയും ബിയും ശരി. 25 താഴെ തന്നിട്ടുള്ളവയിൽ ജസ്റ്റിസ് ഫാത്തിമ ബീവിയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണ്? 1988 സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജിയായി. അത് തെറ്റായ പ്രസ്താവനയാണ്. 2 ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ മലയാളി വനിത. അത് ശരിയായ പ്രസ്താവനയാണ്. കേരള ഹൈക്കോടതിയിലെ ആദ്യ മുസ്ലിം വനിതാ ജഡ്ജി. അതും ശരിയായ പ്രസ്താവനയാണ്. അന്തരിച്ചത് 2023 നവംബർ 22. അത് തെറ്റായ പ്രസ്താവനയാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 2ഉം 3ഉമാണ് ശരി. അപ്പോൾ ഫാത്തിമ ബീവി മരിച്ചത് എപ്പോഴാണ്? 2023 നവംബർ 23 ഫാത്തിമ ബീവി അന്തരിക്കുന്നത്. 26 അടിയന്തരാവസ്ഥ കാലത്ത് അനുച്ഛേദം 19 റദ്ദു ചെയ്യുന്നത് സംബന്ധിച്ച ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 358 ആണ്. അടിയന്തരാവസ്ഥ കാലത്ത് അനുച്ഛേദം 19 റദ്ദു ചെയ്യുന്നത് ആർട്ടിക്കിൾ 358 പ്രകാരമാണ്. 27 നിലവിലെ UPSC ചെയർമാൻ ആരാകുന്നു? ആരാണ് നിലവിലെ UPSC ചെയർമാൻ? മനോജ് സോണിയാണ് നിലവിലെ UPSC ചെയർമാൻ. 28 താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? പഞ്ചായത്ത് രാജ് സംവിധാനം പ്രകാരം 1/3 സീറ്റുകൾ എല്ലാ തലങ്ങളിലും സ്ത്രീകൾക്കായി സംവരണം ചെയ്തിട്ടുണ്ട്. അത് ശരിയായ പ്രസ്താവനയാണ്. പഞ്ചായത്ത് രാജ് ഭരണഘടനയുടെ 11ാം ഷെഡ്യൂളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതും ശരിയായ പ്രസ്താവനയാണ്. ഗ്രാമസഭയുടെ മേൽനോട്ടത്തിലാണ് ഗ്രാമപഞ്ചായത്ത് പ്രവർത്തിക്കുന്നത്. ആ പ്രസ്താവനയും ശരിയാണ്. ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും അധ്യക്ഷൻ വാർഡ് മെമ്പറുമാണ്. അതാണ് ഇവിടുത്തെ തെറ്റായ പ്രസ്താവന. തിരിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത് ആരാണ്? വാർഡ് മെമ്പറാണ്. അധ്യക്ഷത വഹിക്കുന്നതാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. 29 കേരളത്തിൽ പഞ്ചായത്ത് രാജ് ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഫെബ്രുവരി 19 പഞ്ചായത്ത് രാജ് ദിനം ആചരിക്കുന്നത്. 30 കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം രൂപീകൃതമായത് ഏത് ആക്ട് പ്രകാരമാണ്? 2008 28ാം നമ്പർ ആക്ട് പ്രകാരമാണ് കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം രൂപീകൃതമായത്. 31 കേരള ജുഡീഷ്യൽ സർവീസിലെയോ കേരള ക്രിമിനൽ ജുഡീഷ്യൽ സർവീസിലെയോ ഒരംഗത്തെ സസ്പെൻഡ് ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണ്? ചീഫ് സെക്രട്ടറിക്കാണ്. കേരള ജുഡീഷ്യൽ സർവീസിലെയോ കേരള ക്രിമിനൽ ജുഡീഷ്യൽ സർവീസിലെയോ ഒരംഗത്തെ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം ചീഫ് സെക്രട്ടറിക്കാണ് ഉള്ളത്. 32 താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് രാസവസ്തുവിന്റെ ഉൽപാദനം കുറയുന്നത് മൂലമാണ് പാർക്കിൻസൺസ് എന്ന രോഗം ഉണ്ടാകുന്നത്? ഓപ്ഷൻ എ ആണ്. ഡോപ്പമിൻ എന്ന രാസവസ്തുവിന്റെ ഉൽപാദനം കുറയുന്നത് മൂലമാണ് പാർക്കിൻസൺസ് രോഗം ഉണ്ടാകുന്നത്. 33 വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അതാര്യമായി തീരുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേര് എന്താണ്? സിറോഫ്താൽമിയ. കോർണിയ അതാര്യമായി തീരുന്ന അവസ്ഥയാണ് സിറോഫ്താൽമിയ. 34 താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായി യോജിപ്പിച്ചിരിക്കുന്നവ ഏതാണ്? പ്രൊലാക്റ്റിൻ മുലപ്പാൽ ഉൽപാദനം. അത് ശരിയാണ്. സൊമാറ്റോട്രോപ്പിൻ ശരീര വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു. അതും ശരിയാണ്. സൊമാറ്റോട്രോപ്പിൻ ഗ്രോത്ത് ഹോർമോൺ എന്നാണ് അറിയപ്പെടുന്നത്. വാസോപ്രസിൻ പുരുഷന്മാരിൽ വൃഷണങ്ങളുടെ പ്രവർത്തനം ഉത്തേജിപ്പിക്കുന്നു. അത് തെറ്റാണ്. ഗൊണാഡോട്രോപിക് ഹോർമോൺ വൃക്കയിൽ ജലത്തിന്റെ പുനരാഗിരണത്തിന് സഹായിക്കുന്നു. അതും തെറ്റാണ്. ഇത് രണ്ടും മാറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. വാസോപ്രസിൻ വൃക്കയിലെ ജലത്തിന്റെ പുനരാഗിരണത്തിനാണ് സഹായിക്കുന്നത്. വെറസ് ഗൊണാഡോട്രോപിക് ഹോർമോൺ ആണെങ്കിൽ പുരുഷന്മാരിൽ വൃഷണങ്ങളുടെ പ്രവർത്തനം ഉത്തേജിപ്പിക്കുന്നു. അപ്പോൾ ഇതിലേതാണ് തെറ്റായി യോജിപ്പിച്ചിരിക്കുന്നത്? ഓപ്ഷൻ ബി ആണ്. 3ഉം 4ഉമാണ് തെറ്റ്.
35 RNAയിൽ കാണപ്പെടാത്ത നൈട്രജൻ ബേസ് ഏതാണ്? ഓപ്ഷൻ ബി ആണ് തൈമിൻ. തൈമിനാണ് RNAയിൽ കാണപ്പെടാത്ത നൈട്രജൻ ബേസ്. 36 ദേശീയ പഞ്ചായത്ത് പുരസ്കാരം 2023 ശിശു സൗഹൃദ വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയ കേരളത്തിലെ ഗ്രാമം ഏതാണ്? ആലപ്പുഴയിലെ ചെറുതനയാണ് ശിശു സൗഹൃദ വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയത്. 37 2023 വൈദ്യശാസ്ത്ര നൊബേലിന് അർഹരായ ശാസ്ത്രജ്ഞൻ ആരാണ്? ഡ്രൂ വെയ്സ്മാൻ ആണ്. ഡ്രൂ വെയ്സ്മാൻ. 38 ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ ഏറ്റവും തരംഗദൈർഘ്യം കൂടിയ രശ്മി ഏതാണ്? റേഡിയോ തരംഗമാണ് ഏറ്റവും തരംഗദൈർഘ്യം കൂടിയ രശ്മി. 39ാമത്തെ ചോദ്യം ക്യാൻസൽ ആണ്. 40 20 ഗ്രാം ഭാരമുള്ള ഒരു വസ്തുവിന്റെ ഭൂമിയിൽ നിന്നുള്ള പാലായന പ്രവേഗം 11.2 km/s ആണ്. എങ്കിൽ 100 ഗ്രാം ഭാരമുള്ള വസ്തുവിന്റെ പാലായന പ്രവേഗം എത്രയായിരിക്കും? 11.2 km/s തന്നെ ആയിരിക്കും. പക്ഷെ ഇതൊക്കെ കൂടി മിക്സായി പോകുന്നത് എന്താ? 40 20 ഗ്രാം ഭാരമുള്ള ഒരു വസ്തുവിന്റെ ഭൂമിയിൽ നിന്നുള്ള പാലായന പ്രവേഗം 11.2 km/s ആണെങ്കിൽ 100 ഗ്രാം ഭാരമുള്ള വസ്തുവിന്റെ പാലായന പ്രവേഗം എത്രയായിരിക്കും? പാലായന പ്രവേഗം ഭാരത്തിനനുസരിച്ച് മാറുന്നില്ല. അപ്പോൾ എത്രയാണ്? 11.2 km/s തന്നെയാണ്. 41 ഒരു തടാക പ്രതലത്തിൽ നിന്ന് 10 മീറ്റർ ആഴത്തിൽ നീന്തുന്ന ഒരാളിൽ അനുഭവപ്പെടുന്ന മർദ്ദം എത്രയാണ്? ജി തന്നിട്ടുണ്ട് 10 m/s ആണ്. അന്തരീക്ഷ മർദ്ദം 1 atm ആണ്. സാന്ദ്രത 10⁻³ kg/m³ ആണ്. ഉത്തരം വരുന്നത് 2 atm ആണ്. 42 മനുഷ്യരക്തത്തിൻ്റെ pH മൂല്യം എത്രയാണ്? 7.4 ആണ് മനുഷ്യരക്തത്തിൻ്റെ pH മൂല്യം. 43 സ്റ്റെയിൻലെസ് സ്റ്റീൽ നിർമ്മിക്കുവാൻ ഇരുമ്പിൽ ചേർക്കുന്ന ലോഹം ഏതാണ്? ഓപ്ഷൻ എ ആണ് നിക്കൽ. നിക്കലാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ നിർമ്മിക്കാൻ വേണ്ടി ഇരുമ്പിൽ ചേർക്കുന്ന ലോഹം. 44 വായുകുമിളകൾ താഴെ നിന്ന് ജലത്തിൻ്റെ ഉപരിതലത്തിലേക്ക് നീങ്ങുമ്പോൾ വികസിക്കുന്നു. ഇത് ഏതിൻ്റെ ഉദാഹരണമാണ്? ബോയിൽ നിയമത്തിൻ്റെ ഉദാഹരണമാണ്. ബോയിൽ നിയമം എന്താണ്? പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം എന്നുള്ളതാണ് ബോയിൽ നിയമം. അതായത് പ്രഷർ കൂടിയാൽ വോളിയം കുറയും, വോളിയം കൂടിയാൽ പ്രഷർ കുറയും. 45 ഇനി പറയുന്നവയിൽ ഏതാണ് 0 രാസസംയോഗ ശക്തിയുള്ളത്? ഏതിനാണ്? ഹീലിയത്തിനാണ്. ഹീലിയം 0 രാസസംയോഗ ശക്തിയുള്ളതാണ്. 46 അമ്മന്നൂർ മാധവ ചാക്യാർ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? കൂടിയാട്ടവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് അമ്മന്നൂർ മാധവ ചാക്യാർ. 47 ഒളിമ്പിക്സിലെ ആദ്യത്തെ ടീം മത്സരം ഏതാണ്? ഫുട്ബോളാണ് ഒളിമ്പിക്സിലെ ആദ്യത്തെ ടീം മത്സരം. 48 ആശയഗംഭീരൻ എന്നറിയപ്പെടുന്ന കവി ആരാണ്? കുമാരനാശാനാണ്. ആശയഗംഭീരൻ എന്നറിയപ്പെടുന്നത് കുമാരനാശാനാണ്. 49 മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യന്നു പെറ്റമ്മ തൻ ഭാഷ താൻ ആരുടെ വാക്കുകളാണ്? വള്ളത്തോൾ നാരായണ മേനോന്റെ വാക്കുകളാണ്. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യന്നു പെറ്റമ്മ തൻ ഭാഷ താൻ. 50 അടുത്തിടെ ചൈനയിലെ കുട്ടികളിൽ കണ്ടെത്തിയ വൈറസ് ബാധ ഏതാണ്? H9N2 ആണ്. H9N2. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ഇത്രേ നോക്കാനുള്ളൂ. ബാക്കിയുള്ളത് ഇംഗ്ലീഷും മലയാളം അതുപോലെ സ്പെഷ്യൽ ടോപ്പിക്കൊക്കെയാണ്. അപ്പോൾ താങ്ക് യു.